പതിവ് പോലെ ജിമ്മിലേക്ക് ഇറങ്ങിയ ഞാനാട്ടുക ഇവളെൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാണ്. പിന്നെ ആൾക്ക് വയ്യെന്ന് പറഞ്ഞപ്പോൾ ടാബ്ലറ്റ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനും എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. നമുക്ക് സമയമുണ്ട്, അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ദോശ ക്യാമ്പിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം, എനിക്കല്ല അവൾക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് വേണം ആൾക്ക് ടാബ്ലറ്റ് എടുക്കാൻ വേണ്ടി. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്ന് കുറേ വിശേഷമൊക്കെ പറഞ്ഞ് അവിടെ നടന്ന് നമ്മൾ ദോശ ക്യാമ്പിലെത്തി. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ, അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പോയിട്ടല്ലോ. അതുപോലെ എൻ്റെ ജിമ്മിൻ്റെ അടുത്താണ്, എൻ്റെ ജിമ്മിൻ്റെയും വീടിൻ്റെയും സെൻട്രലായിട്ടാണ് ഈ ദോശ ക്യാമ്പ് ഇരിക്കുന്നത്. മിക്കപ്പോഴും ഞാനിപ്പോൾ ദോശ ക്യാമ്പിൻ്റെ ആളാണ്, കാരണം അവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. ഇതൊരു പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, പക്ഷേ സത്യമായിട്ട് പറയണമല്ലോ. പിന്നെ ആൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്തോ പുളിയോഗ്രയോ അങ്ങനെ എന്താണാണ് എൻ്റെ പേര്, ഇപ്പോഴും എൻ്റെ വായിൽ പുളിയോര സംതിങ് അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു സംഭവമാണ്. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഞാനൊരു 2-3 സ്പൂൺ കഴിച്ചായിരുന്നു. കാരണം ഇത് വയറ് നിറച്ച് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് നിന്നിട്ട് വർക്കൗട്ടും ഡാൻസും ഒന്നും നടക്കത്തില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരെ എനിക്ക് നല്ല മടിയായിരുന്നുണ്ട്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്രേവിങ്സ് ഭയങ്കരമായിട്ട് വരുന്നുള്ളതുകൊണ്ട് ഞാൻ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മോളെ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാമെന്നുണ്ട്. പക്ഷേ ആൾക്ക് ഭയങ്കര നിർബന്ധം ഇവിടെ തന്നെ വരണമെന്നുള്ളത്. പിന്നെ വയ്യാത്തത് കൊണ്ട് നമ്മൾ അതൊന്ന് പരിഗണിച്ച് കൊടുക്കണമല്ലോ. വയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു ചുമയും പനിയൊക്കെ ഉണ്ട്, വേറൊന്നുമല്ല. പിന്നെ അത് വന്ന വഴിക്ക് ഇതിൻ്റെ കുറച്ച് പൂക്കൾ താഴെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നോക്കി, അതും നടന്നില്ല. ഫുഡും മെഡിസിനൊക്കെ കഴിച്ചപ്പോൾ ആളങ്ങോട്ട് ഉഷാറായിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, ബൈ.